ഹായ് എല്ലാ കൂട്ടുകാർക്കും റിയാസ് ഹോം ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ ബിലേറ്റഡ് ഹാപ്പി വിഷു. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു എന്നിട്ടാണ് നമ്മുടെ വിഷു കട്ടയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എൻ്റെ ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉണക്കലരി എടുത്തിട്ട് നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയിട്ട് നമ്മളിതാ ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 3 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അരിയുടെ ഒരു തരമൊക്കെ അനുസരിച്ചിട്ട് ഇത് ചെറിയ വേരിയേഷൻസ് വരാം. ഞാനിവിടെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊഴിച്ച് നല്ല ഇതിൽ നമ്മളത് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2-ാം പാലും 3-ാം പാലും എന്നിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ അവിടെ കിടന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പം എന്താ പറയുക, എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നന്നായി തിളച്ച് നമ്മുടെ ഈ അരിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1-ാം പാലിൽ കുറച്ച് നല്ല ജീരകവും ചുക്കും പൊടിച്ച് ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് നമ്മൾ ഈ സമയത്താണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ വിഷ്കട്ട ഉണ്ടല്ലോ, അരി നന്നായിട്ട് അങ്ങ് വെന്ത് പോയാൽ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒരു മുക്കാൽ ഭാഗമല്ല, ഒരു 90% ഒക്കെ വേവ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒന്ന് കടിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നോക്കി 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷ്കട്ടയുടെ പണി ഇത്രയേ ഉള്ളൂ. നല്ല ഒന്ന് പാനിൽ നിന്നൊക്കെ വിട്ടതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നൊരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കത് പരത്തി ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ വിഷ്കട്ട ഒരു ഇലയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് നല്ല ഒന്ന് നന്നായി പരത്തിയത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചൂടാറുമ്പോൾ. അപ്പോൾ നമ്മളിതാ 1 കപ്പ് അരിയുടെ വിഷ്കട്ടയാണിത്. നമ്മൾക്കിത് ഒരു 2 പേർക്ക് 3 പേർക്കൊക്കെ കഴിക്കാൻ ഇത്രയും മതി കേട്ടോ. അപ്പം ഞാനിത് നല്ല ഇതിൽ പരത്തി ഇലയിലൊക്കെ പരത്തിയത് അതുപോലെ സ്ക്വയറാക്കി പരത്തി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അതവിടെ ഇരിക്കട്ടെ, ചൂടാറട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ചുമ്മാ അതെടുത്തിട്ടൊന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുള്ളത് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നുള്ളൊരു ഭംഗിക്ക് വേണ്ടി. വിഷു സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണല്ലോ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഇതിലുള്ള ഒരു ലവ് ഹാർട്ട് ഷേപ്പിലുള്ളൊരു വിഷ്കട്ടി ആയിക്കോട്ടെ. അങ്ങനെ അത് ആ വിഷ്കട്ടിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ശർക്കര പാനിയാണ് കൂട്ടി കഴിക്കാറില്ലേ. പല രീതിയിലും കഴിക്കുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ ശർക്കര പാനി കൂട്ടിയിട്ടാണ്, ഞാൻ ശർക്കര പാനി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ശർക്കര പാനി കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കഴിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. വിഷു ആഘോഷിച്ച് കഴിഞ്ഞു, അതും കഴിഞ്ഞ് അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് കഴിക്കാം. പിന്നെ വിഷുവിന് മാത്രമൊന്നുമല്ല കേട്ടോ ഞാൻ വിഷുക്കട്ടി ഉണ്ടാക്കാറ്. ഞാൻ ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.